പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ മകൾ വീണയെ അടപടലം പൂട്ടി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വീണയെ ബാങ്കിലേക്ക് HDFC ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി ലോക പരിശോധന നടക്കുന്ന ബാങ്കിലേക്കാണ് വിളിപ്പിച്ചത്. ബാങ്ക് ലോക്കറിൽ പരിശോധന തുടരുകയാണ്. ED സംഘം വ്യക്തത തേടുന്നത് CMRLുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ. വിവരങ്ങളുമായി വീണ MS ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വീണ, എത്ര സമയമായി ഈ പരിശോധന തുടരുന്നു? വീണയുടെ സാന്നിധ്യത്തിലാണ് ലോക്കർ തുറന്ന് പരിശോധിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവയ്ക്കാനുണ്ടോ? അനിൽ നമ്പ്യാർ, ഈ HDFC ബാങ്കിലെ പരിശോധന ആരംഭിച്ചിട്ട് 3 മണിക്കൂർ പിന്നിടുകയാണ്. എക്സാലോജിക് CMRL ഇടപാട് മാസപ്പടി കേസിലാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, നിലവിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ബാങ്ക് ഇടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന തിരുവനന്തപുരം MG റോഡിലുള്ള ബാങ്കിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂർ പിന്നിടുകയാണ്. ലോക്കർ പരിശോധനയടക്കമാണ് നിലവിൽ നടക്കുന്നത്. ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ലോക്കറിൽ എന്തെങ്കിലും നിർണായക രേഖകൾ സൂക്ഷിച്ചിട്ടുണ്ടോ, അതൊക്കെ കേന്ദ്രീകരിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ഉദ്യോഗസ്ഥരിൽ നിന്നും ED സംഘം ചോദിച്ച് അറിയുന്നത്. സ്വാഭാവികമായും ബാങ്ക് നടപടികളുമായി ബന്ധപ്പെട്ട് ലോക്കർ ഉടമ അല്ലെങ്കിൽ അക്കൗണ്ട് ഓണർ ഇതിലൊക്കെ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്, ഇതിൽ സാക്ഷി വഹിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ വീണയും ഇവിടെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ചെയ്തത്. വീണയും ബാങ്കിന് ഉള്ളിലുണ്ട്. 3 മണിക്കൂർ പിന്നിടുന്നു. പരിശോധന തുടരുന്നു. കർശനമായിട്ടുള്ള സുരക്ഷയിൽ തന്നെയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒപ്പം തന്നെ കേന്ദ്രസേനയുടെയും ഒക്കെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. ബാങ്കിന് ചുറ്റും നിരവധി സുരക്ഷാ ഉദ്യോഗസ്ഥരാണുള്ളത്. കർശനമായിട്ടുള്ള പരിശോധനകൾ, അതായത് സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണയുടെ അക്കൗണ്ടുകളിലേക്ക് വന്ന പണമൊഴുക്ക്, അതായത് വൻ തുകകൾ എത്തിയോ എന്നുള്ള കാര്യങ്ങൾ അടക്കം പരിശോധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ബാങ്ക് ലോക്കറിൽ, അതാണ് പ്രധാനമായി നോക്കുന്നത്, അതായത് ആഭരണം, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻസുകൾ, അതായത് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കമ്പനികളുമായിട്ടുള്ള ഇടപെടലുകൾ, സാമ്പത്തിക ക്രയവിക്രയങ്ങളെ സംബന്ധിച്ചോ അവരുടെ ബിസിനസ് ഡീലുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ അത് സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കം പരിശോധിക്കുകയാണ്. അത്തരത്തിൽ കിട്ടുന്ന രേഖകളെ സംബന്ധിച്ച് വീണയിൽ നിന്ന് തന്നെ വിശദാംശങ്ങൾ ചോദിച്ചറിയും. ഏത് തരത്തിലുള്ള രേഖകളാണ്, അത് എന്തുകൊണ്ടാണ് ആ ബാങ്ക് ലോക്കറിലേക്ക് സൂക്ഷിക്കാനെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് പ്രാഥമികമായിട്ടാണ് വീണയിൽ നിന്ന് ചോദിച്ചറിയുക എന്നുള്ളതാണ്. മാത്രമല്ല ഇത് എത്ര കാലയളവായി സൂക്ഷിക്കാൻ തുടങ്ങിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളും, ഒപ്പം തന്നെ ബാങ്കിലെ ഉദ്യോഗസ്ഥരെ സാക്ഷ്യപ്പെടുത്തി തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഈ ഒരു പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. വിശദാംശങ്ങൾ ഒക്കെ, അതായത് എത്ര നാളത്തെ അക്കൗണ്ടാണ്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആണ് ചോദിച്ചറിയുന്നത്. വീണ പുറത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വീണ മുൻപ് വരുന്നു, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരടക്കമുണ്ട്, പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ പരിശോധന പൂർത്തിയായോ എന്നുള്ള കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. ബാങ്കിലെ ഉദ്യോഗസ്ഥരകത്തുണ്ട് എന്നുള്ളതാണ്. ED ഉദ്യോഗസ്ഥരടക്കം അകത്തേക്കുണ്ട്. വീണ പുറത്തേക്ക് പോയിരിക്കുകയാണ്. ചോദ്യങ്ങൾ, ഒപ്പം തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പരിശോധനയ്ക്ക് ശേഷം തന്നെ ED ഉദ്യോഗസ്ഥർ വീണ്ടും വീണയെ ചോദ്യങ്ങൾക്ക് വിധേയയാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടുതൽ വിശദമായിട്ടുള്ള ചോദ്യങ്ങൾ, കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യം ചെയ്യലിൽ വീണ നൽകിയിട്ടുള്ള മൊഴികൾ, രേഖകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ, അതിൻ്റെ തുടർ നടപടിയായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ബാങ്കിലെ പരിശോധനയും ED ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ, ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വീണയിൽ നിന്ന് ചോദിച്ചറിയും എന്നുള്ളതാണ്. EDയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള നടപടികൾ, വീണയെ സംബന്ധിച്ചോളം കുരുക്കുമുറുകുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അല്പസമയങ്ങൾക്കും തന്നെ ഈ ഉദ്യോഗസ്ഥരും വീണയും പുറത്തേക്ക് ഇറങ്ങുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശോധന ഇവിടെ പൂർത്തിയായി എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി പറയാൻ സാധിക്കുന്നത്. വീണ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാങ്കിൻ്റെ തൊട്ടുപിറകിലാണ് പാർക്കിംഗ് ഉള്ളത്. വാഹനങ്ങളൊക്കെ അവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അവിടെ നിന്നായിരിക്കും വീണ വാഹനത്തിൽ പുറത്തേക്ക് വരുന്നത്. ഗേറ്റ് തുറന്നിട്ടുണ്ട്. വീണ ഉടനെ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. വീണയെ സാക്ഷ്യപ്പെടുത്തി വീണയുടെ ലോക്കറിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായിട്ടുള്ള പരിശോധനകൾ, തുടർ നടപടികളൊക്കെ ഉടനെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു വാഹനം പുറത്തേക്ക് പോകുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. പരിശോധന പൂർത്തിയായി എന്നുള്ള കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് അറിയാനും സാധിക്കുന്നത്. ഉദ്യോഗസ്ഥരടക്കം, സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കമുണ്ട്. ആ വാഹനം പുറത്തേക്ക് പോയിരിക്കുകയാണ്.
3 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന. ആ പരിശോധനയ്ക്ക് ശേഷമാണ് വാഹനം പുറത്തേക്ക് പോയിരിക്കുന്നത്. രേഖകൾ, ബാങ്കിൽ ലോക്കറിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ, അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ വീണ പറഞ്ഞ നിലവിൽ ED ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ച രേഖകൾ, അത് സംബന്ധിച്ചിട്ടുള്ള വിശദാംശങ്ങൾ, ഒപ്പം തന്നെ ഈ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന രേഖകൾ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും തുടർന്നും ചോദിക്കുക എന്നുള്ളതാണ്. എന്തായാലും ബാങ്കിലെ രേഖകൾ ലഭിച്ച നിർണായകമായിട്ടുള്ള രേഖകൾ ലഭിച്ചോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പക്ഷേ അവ്യക്തമായിട്ടുള്ള, അതായത് സാമ്പത്തിക ഇടപാടുകൾ, എന്തെങ്കിലും സംശയം നിലനിൽക്കുന്ന വൻ തുകകളോ അല്ലെങ്കിൽ സംശയം നിലനിൽക്കുന്ന ചില രേഖകളോ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള നടപടികളിലേക്ക് ED കടക്കും എന്നുള്ളതാണ്. ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഉദ്യോഗസ്ഥരും പുറത്തേക്ക് പോവുകയാണ്. പരിശോധന പൂർത്തിയായിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ വന്ന വാഹനങ്ങളിൽ കയറി ഉദ്യോഗസ്ഥർ മടങ്ങുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരിശോധന പൂർത്തിയായിരിക്കുന്നു. മണിക്കൂറുകൾ നീണ്ട പരിശോധന, 3 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധനയ്ക്ക് ശേഷമാണ് ഉദ്യോഗസ്ഥരും മടങ്ങിയിരിക്കുന്നത്, വീണയും മടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ED ഉദ്യോഗസ്ഥർ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ തലസ്ഥാനത്ത് പിണറായി വിജയൻ്റെ വീട്ടിൽ നടന്ന പരിശോധനയിൽ, വാടക വീട്ടിൽ നടന്ന പരിശോധനയിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതിനുശേഷം പരിശോധന നടക്കുന്ന ഇടങ്ങളിലൊക്കെ കർശനമായിട്ടുള്ള സുരക്ഷാ വലയത്തിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ പരിശോധന പൂർത്തിയാക്കി ഉദ്യോഗസ്ഥർ മടങ്ങിയ കാഴ്ചയാണ്. എന്തെങ്കിലും രേഖകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളും നമുക്ക് വരും മണിക്കൂറുകളിലായിരിക്കും വിവരങ്ങൾ ലഭ്യമാകുക എന്നുള്ളതാണ്. എന്തായാലും വീണയെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾക്കും, അതായത് ഇന്ന് പരിശോധനയിൽ ലഭിച്ച വിവരങ്ങൾ, രേഖകൾ, ഒപ്പം തന്നെ ലോക്കറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള വിവരങ്ങൾ, ED ഉദ്യോഗസ്ഥർ തയ്യാറല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറല്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. കാരണം നേരത്തെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യൽ കൊച്ചിയിൽ നടന്നു. അതിൻ്റെ അനന്തര നടപടി എന്നോണമല്ലേ ഇപ്പോൾ ബാങ്ക് ലോക്കർ തുറപ്പിച്ചത്. മാത്രമല്ല ബാങ്കിലെ ഡോക്യുമെൻറ്റ്സ്, ബാങ്കിലെ രേഖകളൊക്കെ പരിശോധിച്ചു. അതായത് വീണ ഹാജരാക്കിയ രേഖകൾ അത് ബാങ്കിലെ രേഖകളുമായി പൊരുത്തപ്പെടുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കാനാണല്ലോ ഇന്ന് ED ഉദ്യോഗസ്ഥർ എത്തിയത്, അതും വീണയുടെ സാന്നിധ്യത്തിൽ. അപ്പോൾ വിടാതെ പിന്തുടരുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അനിൽ നമ്പ്യാർ അതുതന്നെയാണ്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട്, മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലുള്ള പരിശോധന, അതും കർശനമായി നൂലിഴ കീറിയുള്ള പരിശോധനകൾ, അന്വേഷണം തന്നെയാണ് ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം കൊച്ചി ED ഓഫീസിൽ വിളിച്ചു വരുത്തി വീണയെ ഒരു ദിവസം നീണ്ടുനിന്ന വിശദമായിട്ടുള്ള മൊഴിയെടുപ്പിന് നടപടികൾക്കൊക്കെ വിധേയമാക്കിയിരുന്നു. അതിൽ വീണ നൽകിയിട്ടുള്ള രേഖകൾ, വീണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, സാമ്പത്തിക ഇടപാടടക്കമുള്ള കാര്യങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടി തന്നെയാണ് ഇന്നിപ്പോൾ ഇവിടെ ബാങ്കിലും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. വീണയുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ കേസുമായി ബന്ധപ്പെട്ട് മരവിപ്പിച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തിരുവനന്തപുരം MG റോഡിലുള്ള ആയുർവേദ കോളേജിന് എതിർവശമുള്ള HDFC ബാങ്കിലാണ് 3 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന നടത്തിയത്. വീണ പറഞ്ഞ കാര്യങ്ങളിലെ വ്യക്തത, ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകൾ, അതിനേക്കാൾ ഏറെ നിർണായകം ലോക്കറിൽ സൂക്ഷിച്ചിരിക്കുന്ന വസ്തുക്കൾ, അതായത് ഡോക്യുമെൻ്റ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ മാസപ്പടി ഇതുമായി ബന്ധപ്പെട്ടത്, ഈ കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് കരാർ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലാണ് കൃത്യമായിട്ടുള്ളൊരു പരിശോധന. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ തേടുകയും അത് ശേഖരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് വീണയെ സാക്ഷ്യപ്പെടുത്തി തന്നെയാണ് ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഇത് സൂക്ഷ്മമായി പരിശോധിച്ച് വൈകാതെ തന്നെ വീണയെ ഉടൻ ചോദ്യം ചെയ്യലും മറ്റു നടപടികൾക്കും വിധേയമാക്കും എന്നുള്ളതും ഉറപ്പാണ്. കാരണം ഒരു ചോദ്യം ചെയ്തൽ കഴിഞ്ഞെങ്കിൽ പോലും സൂക്ഷ്മമായിട്ടുള്ള നടപടികൾ അത് തുടർന്നും ഉണ്ടാകും എന്നുള്ളതും ഉറപ്പാണ്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ അത് വീണയ്ക്ക് പിന്നാലെ ശക്തമായി തന്നെ അത് നൂഴില കീറി പരിശോധിച്ചുകൊണ്ടുള്ള പരിശോധനകൾ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. വീണയ്ക്ക് പിന്നാലെ തന്നെ ED ഉദ്യോഗസ്ഥരുണ്ട്. മാസപ്പടി കേസിൽ വീണയ്ക്ക് എന്തൊക്കെയാണ് വഴിവിട്ട സാമ്പത്തിക ഇടപാടുകൾ നടന്നോ, പിതാവിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നുള്ള പാരിതോഷികങ്ങൾ ഇവരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളിലടക്കം വ്യക്തത തേടേണ്ടതുണ്ട്. അതിനാൽ തന്നെയാണ് വിശദമായിട്ടുള്ള അന്വേഷണം ED ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ചോദ്യം ചെയ്യലിന് ശേഷമാണ് തുടർ നടപടി എന്ന രീതിയിൽ പരിശോധന, അതായത് വീണയ്ക്ക് സാമ്പത്തിക ഇടപാടുകളുള്ള തിരുവനന്തപുരത്തെ HDFC ബാങ്കിൽ ഉദ്യോഗസ്ഥരെത്തി 3 മണിക്കൂർ നീണ്ടുനിന്ന പരിശോധന നടത്തിയിരിക്കുന്നത്. വീണയ്ക്ക് പിന്നാലെയാണ് ഉദ്യോഗസ്ഥരുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച രേഖകളിലും ഒപ്പം തന്നെ ലഭിച്ച ഡോക്യുമെന്റുകളിലും അടക്കം അടിസ്ഥാനമാക്കിയുള്ള തുടരന്വേഷണം വിപുലമായി തന്നെ നടക്കും. വീണയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ടി വരും. അനിൽ നമ്പ്യാർ. യെസ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടയിലിനെ
അടപടലം പൂട്ടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തി. ലോക്കർ പരിശോധന നടക്കുന്ന ബാങ്കിലേക്കാണ് വിളിപ്പിച്ചത്. തിരുവനന്തപുരം HDFC ബാങ്ക് ലോക്കറിൽ പരിശോധന പൂർത്തിയായി. ED സംഘം വ്യക്തത തേടിയത് CMRLുമായുള്ള സാമ്പത്തിക ഇടപാടുകളിൽ. 3 മണിക്കൂറായിരുന്നു പരിശോധന. പരിശോധനയ്ക്ക് ശേഷം വീണ ഒപ്പം ഉദ്യോഗസ്ഥരും മടങ്ങി. വീണ MS ആണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.